ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മരം ഒടിഞ്ഞു വീണു. റെയിൽവേ ട്രാക്കിലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണു. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ എറണാകുളത്തും പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ആൻമരിയയാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ. ആൻമരിയ, ഇത് റെയിൽവേ ട്രാക്കിലേക്ക് ഒരു വലിയ ആൽമരമാണ് ഒടിഞ്ഞു വീണിരിക്കുന്നത്. അത് നീക്കം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. ഈ രാത്രിയിൽ മഴ പെയ്യുകയാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട് പലയിടത്തും. അത് നീക്കം ചെയ്യുന്ന ജോലിയെയും അത് ബാധിക്കും. ട്രെയിൻ ഗതാഗതം ഈ മേഖലയിൽ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും രാത്രിയാണ്. അതുകൂടാതെ തന്നെ ശക്തമായ മഴയാണ് ജില്ലയിലുള്ളത്. അതിനോടൊപ്പം തന്നെയുള്ള കാറ്റുമുണ്ട്. പല ഭാഗത്തും കാറ്റ് ആഞ്ഞു വീശുകയാണ്. ഇതിലാണ് ഈ ആൽമരമാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് കടപുഴകി വീഴുന്നതും. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു നാശനഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ട്രെയിൻ ഗതാഗതമാണ് പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക് എഞ്ചിനിലാണ് ഇത് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ റെയിൽവേയിലേക്ക് ഈ ലൈനുകൾ പൊട്ടി വീണിരിക്കുന്നത് അതും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതിന് ട്രാക്കിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. നമ്മൾ റെയിൽവേ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ വലിയൊരു ആൽമരമാണ് വീണിരിക്കുന്നത്. അതും ഈ മഴയും കാറ്റും അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സമയമെടുക്കും. ഇന്നത് പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കഴിയുന്നില്ല എന്നാണ് ഈ റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും അവർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴ അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഏത് രീതിയിലേക്ക് എത്തുമെന്ന് പറയാൻ സാധിക്കില്ല. നിലവിൽ ഈ അങ്കമാലി, സൗത്ത്, നോർത്ത്, ആലുവ ഈ ഭാഗങ്ങളിലെല്ലാം ഈ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. ഈ ആളുകളെല്ലാം ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ലാത്ത രീതിയിൽ പല ഭാഗത്തായിട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. തിരുവനന്തപുരം, കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന നിരവധി കണക്കിനുള്ള ആളുകൾ ഈ പല ട്രെയിനുകളിലായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥ എറണാകുളം ജില്ലയിൽ ഇന്ന് വൈകുന്നേരം തുടങ്ങിയ ശക്തമായ കാറ്റും മഴയുമാണ്. അതൊരു കുറച്ച് സമയം ഒന്ന് ശമിച്ചിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ ശക്തമായിട്ടായിരുന്നു ഈ കാറ്റും മഴയും വരുന്നത്. അത് ജില്ലയുടെ പല ഭാഗത്തിലും പല തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുമുണ്ട്. അതിലാണ് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം, സംസ്ഥാനത്തെ ഒരു ട്രെയിൻ ഗതാഗതം തന്നെ പൂർണ്ണമായിട്ട് നിലയ്ക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. വിജയകുമാർ, അത് ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് തീർക്കും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് നാളെ രാവിലത്തോടു കൂടിയേ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നതെന്നാണ് ഈ റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വിജയകുമാർ. യെസ്, ഇതിപ്പോ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ട്രെയിൻ യാത്ര ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. കോട്ടയം, തിരുവനന്തപുരം ആ മേഖലയിലേക്ക് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അങ്കമാലി, ആലുവ, എറണാകുളം ടൗൺ ജംഗ്ഷൻ ഈ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊക്കെ ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഇതൊരു വലിയ ആൽമരമാണ് ട്രാക്കിലേക്ക് വീണത്. അത് വൈദ്യുതി ലൈൻ അടക്കം പൊട്ടി വീണിട്ടുണ്ട്. അത് മാറ്റിയെടുക്കുക എളുപ്പമല്ല, സമയമെടുക്കുന്ന ഒരു ജോലിയാണ് എന്ന വിവരമാണ് വരുന്നത്. ഇത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അവസ്ഥയാണെങ്കിൽ നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് അരീക്കാട് ശക്തമായ കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണു. വീടിൻ്റെ മേൽക്കൂരയിൽ പാകിയ ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പതിച്ചു. ട്രെയിൻ സർവീസ് അവിടെയും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട്ട് നിന്ന്. സമീർ, അവിടുത്തെ അവസ്ഥ എന്താണ്? ഈ കൊച്ചിയിൽ ഒരു വലിയ ആൽമരമാണ് വീണത്. അവിടെ ട്രാക്കിൽ വീണ വലിയ മരം അത് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, റെയിൽവേ ട്രാക്കിലേക്ക് വലിയ മരങ്ങളാണ് കടപുഴകിയും അതുപോലെ തന്നെ അതിൻ്റെ ശിഖരങ്ങൾ പൊട്ടിയും വീണിരിക്കുന്നത്. ആ മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു വീടിൻ്റെ മേൽക്കൂര ഒന്നാകെ ഈ ശക്തമായ കാറ്റിൽ റെയിൽവേ പാളത്തിലേക്ക് വീണിരിക്കുകയാണ്. അത് റെയിൽവേ പോസ്റ്റിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥ തന്നെയാണ്. ഏകദേശം 3 മണിക്കൂറോളമായിക്കൊണ്ട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മരങ്ങളെല്ലാം തന്നെ ട്രാക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 2 ഭാഗത്തും ഇപ്പോൾ വിവിധ ട്രെയിനുകൾ വന്നുകൊണ്ട് അവിടെ അത് കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. ഈ 3 മണിക്കൂറായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നു. അപ്പോൾ തന്നെ ഇതുമായി
ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേയുടെയും ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം അത് മുറിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ കട്ടറുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് കട്ടറുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുറിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ വലിയ ഷീറ്റ് അതിനെ എങ്ങനെ മുറിച്ച് മാറ്റാൻ കഴിയും അത് സംബന്ധിച്ചുള്ള ഒരു ശ്രമങ്ങളാണ്. അത് വലിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടി അവർ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ വലതുഭാഗത്ത് കാണുന്ന ആ വീടാണ്. ആ വീടിന് മുകളിലുള്ള ആ ഷീറ്റ് അത് ഒന്നാകെ ശക്തമായ കാറ്റിൽ ഇങ്ങോട്ട് പതിക്കുകയായിരുന്നു. ആ പോസ്റ്റിൽ തങ്ങിയത് കൊണ്ടാണ് ഇവിടെ നിന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള ആ വീടിൻ്റെ ഭാഗത്തുള്ള മരങ്ങളാണ് പിന്നീട് പൊട്ടി വീണ ഒരു ഭാഗം. അത് പിന്നീട് എത്തിയത് എതിർവശത്തുള്ള പോസ്റ്റിലേക്കായിരുന്നു. അത്തരത്തിൽ ശക്തമായ കാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്താണ് ഇത്തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ 3 മണിക്കൂറായിക്കൊണ്ട് ഇരുഭാഗത്തുമായി ട്രെയിനിൽ എത്തിയ ആളുകളെല്ലാം തന്നെ യാത്രക്കാരെല്ലാം തന്നെ തങ്ങി നിൽക്കുകയാണ്. യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഷീറ്റ് ഇവിടുന്ന് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വൈകാതെ തന്നെ മുറിച്ചു മാറ്റാൻ കഴിയും, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ട്രെയിനുകൾ കടന്നു വരുന്ന വേളയിലല്ല ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നില്ല, പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തായിക്കൊണ്ട് ആ ലൈറ്റ് നമുക്ക് കാണാം. അതിൻ്റെ ആ ഭാഗത്തായിക്കൊണ്ടാണ് തിരുനെൽവേലി ഹാപ്പ എക്സ്പ്രസ് ഉള്ളത്. അത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഏകദേശം ഒരു 200 മീറ്റർ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വലിയ ഒരു മരം ഈ ട്രാക്കിലേക്ക് പൊട്ടി വീഴുന്ന കാഴ്ചയുണ്ടായത്. അത്തരമൊരു സംഭവം ഒരുപക്ഷെ ആ തീവണ്ടി ഇങ്ങോട്ട് കടന്നു വരുന്ന വേളയിലായിരുന്നുവെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തിക്കുമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും വൈകാതെ തന്നെ ഈ ഷീറ്റ് കൂടി മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് റെയിൽവേ അധികൃതർ പങ്കുവെക്കുന്നത്. വിജയകുമാർ. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ട്രെയിൻ യാത്ര ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. വൈകുന്നേരം ഉണ്ടായ മഴയിലും കാറ്റിലും റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങളുമൊക്കെ വീണ് പലയിടത്തും റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കൻ കേരളത്തിലെ വിവരങ്ങളാണ് സമീർ നൽകിയത്. ഒപ്പം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എറണാകുളത്ത് ആ ജോലി നടക്കുന്നതേ ഉള്ളൂ. അത് കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിലാണ്. ഒരു വലിയ ആൽമരമാണ് വീണത്. അത് നീക്കം ചെയ്യാൻ ഒരുപക്ഷെ കൂടുതൽ സമയമെടുക്കും. തിരുവനന്തപുരം കോട്ടയം റൂട്ടിൽ ഓടുന്ന പല ട്രെയിനുകളും അങ്കമാലി, ആലുവ, എറണാകുളത്ത് സൗത്ത്, നോർത്ത് 2 റെയിൽവേ സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വൈകാനാണ് സാധ്യത എന്ന വിവരം വരുന്നുണ്ട്. അത് ട്രെയിൻ യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കൊച്ചി ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ സീലിംഗ് പൊട്ടി വീണ് കുട്ടികൾക്ക് പരിക്കേറ്റു. ഹാളിൽ പരിപാടി നടക്കുന്നതിനിടെയായിരുന്നു അപകടം. 4 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാം, ഇത് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടോ കുട്ടികൾക്ക്? എപ്പോഴായിരുന്നു സംഭവം? ഇത് എന്തെങ്കിലും ഈ മഴയുടെയൊക്കെ പ്രശ്നം മൂലം ഉണ്ടായതാണോ, അതോ നിർമ്മാണത്തിലെ അപാകതയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണോ? വിജയകുമാർ, അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. കുട്ടികളുടെ പരിപാടിയാണ് ഈ ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് സീലിംഗ്, മുകളിൽ നിന്ന് ഒരു ഭാഗത്തെ സീലിംഗ് അടർന്ന് താഴേക്ക് വീണ് കുട്ടികളുടെ തലയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 4 കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കുട്ടികളെ ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ, കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ കുട്ടികളുടെ പരിക്കിന്റെ തോത് എത്രയെന്ന് വ്യക്തമായിട്ടില്ല. ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാർ പരിശോധിച്ചു വരികയാണ്. 4 കുട്ടികൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ മഴയുടെ ഭാഗമായി ആ സീലിംഗുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അടർന്നു വീണതാണോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു പരിപാടിക്കിടെയാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിലെ സീലിംഗ് ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് അടർന്നു വീണ് 4 കുട്ടികൾക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. യെസ്, ഈ ദൃശ്യങ്ങൾ കൊച്ചി ഗിരിനഗറിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നാണ്. അവിടെ കുട്ടികളുടെ പരിപാടി നടക്കുന്നതിനിടെയാണ് സീലിംഗ് പൊട്ടി വീണത്. കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. അവരെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എത്ര ഗൗരവമുള്ള പരിക്കാണ് എന്നതിൻ്റെ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. മഴയാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഇങ്ങനെ ഈ സീലിംഗ് ഇളകി വീണാൻ കാരണമെന്നറിയില്ല. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ നൽകാം. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ നിന്ന്. ഇതാ ഇപ്പോൾ മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സം. അവിടെ 6-ാം മൈലിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അടിമാലി ഫയർഫോഴ്സ് അവിടെ തടസ്സം നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് മരവും വൈദ്യുതി ലൈനും മറിഞ്ഞ് പൊട്ടി വീഴുകയായിരുന്നു. മാങ്കുളം കുവൈറ്റ് സിറ്റി പാലത്തിന് സമീപമാണ് അപകടം. ആർക്കും പരിക്കില്ല എന്നൊരു ആശ്വാസം കൂടിയുണ്ട്. എന്തായാലും അവിടെ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഈ എറണാകുളം, ഇടുക്കി ജില്ലകളിലൊക്കെ വൈകുന്നേരം ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് കനത്ത മഴയും
വലിയ കാറ്റുമാണ്. പലയിടത്തും ഈ രാത്രി വൈകി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലയിടത്തും വീടുകൾക്കൊക്കെ മുകളിലേക്ക് മരം വീണു എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കോട്ടയത്തു നിന്നൊരു വിവരം വരുന്നത് മഴ ശക്തമായതോടെ കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളം കയറി 69 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മീനച്ചിൽ താലൂക്കിലെ സെന്റ് ജോൺ സ്കൂളിൽ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. ടോബി, ഈ മീനച്ചിലാർ പലയിടത്തും കരകവിയുന്നതിന് വക്കോളം എത്തിയിരിക്കുകയായിരുന്നു. രാവിലെ പാലാ അടക്കം നഗരത്തിലേക്ക് സിറ്റിയിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എന്താണ് കോട്ടയത്തെ സാഹചര്യം? മഴ തുടരുകയാണോ ഇപ്പോഴും? വിജയകുമാർ, വൈകുന്നേരം മഴ അല്പം മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് പുലർച്ചെ മുതൽ പെയ്ത മഴ അത് വെള്ളം ഉയരുന്നതിന് ജലനിരപ്പ് ഒരു സാങ്കേതിക പ്രശ്നം. ടോബി വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് അതിശക്തമായ മഴ. ആ മഴയിൽ മീനച്ചിലാട്ടിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറി. 69 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് കണക്ക്. അത് മീനച്ചിൽ താലൂക്കിലാണ്. മീനച്ചിൽ താലൂക്കിൽ സെന്റ് ജോൺ സ്കൂളിൽ ഒരു ക്യാമ്പ്, ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്ക്, ഇടുക്കി മാങ്കുളം കുവൈറ്റ് സിറ്റി പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ മരവും വൈദ്യുതി ലൈനുകളും വീണു. അവിടെ ഗതാഗത തടസ്സമുണ്ടായിരിക്കുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ ഒരു പ്രധാനപ്പെട്ട റൂട്ടിലാണ് ഗതാഗതം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. യാത്രക്കാരൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ? വിജയകുമാർ, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് കാറ്റിൽ മരം ഒടിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിന് മുകളിലേക്ക് ഈ മരം ഒടിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ ഈ മരം വീണതിന്റെ സാഹചര്യത്തിൽ തന്നെ ഈ ലൈൻ കമ്പിയും അതുപോലെ തന്നെ പോസ്റ്റും മറിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയും ചെയ്തത്. ആർക്കും പരിക്കില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. അത് ആശ്വാസകരമായ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുകയും ചെയ്തത്. പക്ഷേ ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കനത്ത മഴ ഈ മൂന്നാർ, മാങ്കുളം അതുപോലെ തന്നെ അടിമാലി മേഖലകളിൽ, നേരിമംഗലം മേഖലകളിൽ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മേഖല ഇപ്പോൾ ഈ പ്രദേശങ്ങളാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് ഈ മരങ്ങളുടെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപകട ഭീഷണിയിൽ കുറെ മരങ്ങൾ നിൽപ്പുണ്ട്. 6-ാം മൈലിൽ അത്തരത്തിലൊരു മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു വരികയാണ്. പൊതുവെ ശക്തമായ മഴ ഇടുക്കിയിൽ പരക്കെ പെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, ഇതാണ് നേരത്തെ രാഹുൽ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലെ ദൃശ്യങ്ങൾ. അവിടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ്. 6-ാം മൈലിന് സമീപമാണ് മരം വീണത്. അടിമാലി ഫയർഫോഴ്സ് അവിടെ തടസ്സം നീക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്കാണ് ഈ മരവും വൈദ്യുതി ലൈനും ഒക്കെ പൊട്ടി വീണത്. യാത്രക്കാർക്ക് പരിക്കില്ല, എല്ലാവരും സുരക്ഷിതരാണ് എന്നൊരു ആശ്വാസ വിവരം കൂടിയുണ്ട്. വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് പൂന്തുറ ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. വർക്കല ഇടവയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി തടസ്സപ്പെട്ടു. തെക്കൻ ജില്ലകളിൽ പുലർച്ചെ തുടങ്ങിയ മഴ പല സ്ഥലങ്ങളിലും തുടരുകയാണ്. ശക്തമായ കാറ്റിലും മഴയത്തും വ്യാപക നാശനഷ്ടമാണുണ്ടായത്. തിരുവനന്തപുരം നളന്ദ NGO ക്വാർട്ടേഴ്സിൽ വൻമരം കടപുഴകി വീണു. കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. കണ്ടലയിൽ വൻമരം കടപുഴകി. ഇവിടെ നിൽക്കുന്ന വലിയൊരു പുളിമരം പൊട്ടി വീണ് കടപുഴങ്ങി വീണതാണ്. മാവിൻ്റെ മേലേക്കും ഈ ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ മേലേക്ക് വീണു. ഒരു കാറും 5 ബൈക്കും അതിനടിപ്പെട്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇത് ഈ മരങ്ങൾ ഭാവിയിൽ മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അതിന് കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിങ്സ് വിഭാഗവും ചേർന്ന് നല്ല തീരുമാനം എടുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈഞ്ചക്കൽ കിഴക്കേക്കോട്ട റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം വെള്ളായണി, ബാലരാമപുരം, ആറാലമ്മൂട്, കോവളം എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആളപായമില്ല. കാക്കാമൂല പെരിങ്ങമല റോഡിൽ മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി പെയ്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ അട്ടത്തോട് വ്യാപക നാശനഷ്ടമുണ്ടായി.
മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ആലപ്പുഴ പൂച്ചാക്കൽ അരൂക്കുറ്റി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എഴുപുന്ന കുമ്പളങ്ങി റോഡിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. വർക്കല ഇടവയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് തെങ്ങ് ചെരിഞ്ഞ് ട്രെയിൻ ഗതാഗതം താത്കാലികമായി തടസ്സപ്പെട്ടു. തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽക്ഷോഭം തുടരുകയാണ്. 24 തിരുവനന്തപുരം. മധ്യകേരളത്തിലും കനത്ത മഴ പെയ്യുകയാണ്. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. എറണാകുളം എടവനക്കാട് 2 കിലോമീറ്ററോളം കടൽ കയറി. മരങ്ങൾ കടപുഴകിയും വീടുകൾ തകർന്നും തൃശൂർ, കോട്ടയം ജില്ലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. രൂക്ഷമായ കടൽക്കയറ്റത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ കണ്ണമാലി സംസ്ഥാന തീരദേശ പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. എടവനക്കാട് പഴങ്ങാട് തീരത്തിന് സമീപം 2 കിലോമീറ്ററോളം കടലുകയറി. തീരദേശവാസികൾ പലരും വീടുകൾ വിട്ട് മറ്റിടങ്ങളിലേക്ക് മാറി. 2004-ലെ സുനാമിയിൽ തകർന്ന കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. അങ്കമാലി മുള്ളേശ്ശേരിയിൽ മരം കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. കാഞ്ഞിരമറ്റത്ത് കാറിനു മുകളിൽ മരം വീണു. തലനാരിഴയ്ക്കാണ് 4-അംഗ കുടുംബം രക്ഷപ്പെട്ടത്. കോട്ടയം ജില്ലയിലും പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ്. മീനച്ചിലാറാറ്റിലെ നീരൊഴുക്ക് കൂടി. നീണ്ടൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി. മണിമലയിലെ പാറമടയിൽ മണ്ണിടിച്ചിലുണ്ടായി. ചുങ്കത്ത് ഓട്ടോറിക്ഷകൾക്ക് മേൽ മരം വീണു. ഇടുക്കി അടിമാലി ഇരുട്ടുകാനത്ത് വൻമരം കടപുഴകി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മൂന്നാർ മറയൂർ റോഡിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. കട്ടപ്പനയിൽ കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തൃശൂർ കിഴുപ്പുള്ളിക്കര മുനയം ബണ്ട് പൊട്ടിയതിനെ തുടർന്ന് 8 കുടുംബങ്ങൾ ഭീതിയിലാണ്. നെടുമ്പാശ്ശേരിക്ക് സമീപത്തുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായ കൃഷിനാശമാണുണ്ടായത്. നിലവിൽ മഴയൽപ്പം മാറിയിട്ടുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ മരം ഒടിഞ്ഞു വീണു. റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ എറണാകുളത്ത് പലയിടത്തും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഒരു ട്രാക്കിലെ ഗതാഗതമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് നടത്തി. 3 മണിക്കൂറിന് ശേഷമാണ് ഭാഗികമായിട്ടെങ്കിലും അവിടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും, ആൻമരിയ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ആൻമരിയ, എന്താണ് അവിടുത്തെ സാഹചര്യം? അമ്പാട്ടുകാവ് ഭാഗത്തെ അവിടെ ജോലികൾ തുടങ്ങിയിട്ടുണ്ടോ? ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് റെയിൽവേ കടന്നിട്ടുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അവസ്ഥ ഇപ്പോൾ? വിജയകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ആൽമരം വീണിരിക്കുന്ന അമ്പാട്ടുകാവിലെ ഈ റെയിൽവേ ട്രാക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അതിവേഗത്തിൽ ജോലികൾ പൂർത്തീകരിക്കുകയാണ്. ഈ മരം ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, റെയിൽവേ ജീവനക്കാർ മാത്രമല്ല, ഈ പരിസരത്തുള്ള നാട്ടുകാരുടെ എല്ലാം ഒരു സഹകരണവുമുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഇന്ന് തന്നെ, അതായത് പല ഭാഗത്തേക്കുമുള്ള ട്രെയിനുകൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റെയിൽവേ അതിവേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തത്രപ്പാടിലുമാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് നമ്മൾ വന്നപ്പോൾ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മഴയൊരു തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് തന്നെ ഈ ജോലികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ശിഖരങ്ങളെല്ലാം വെട്ടിയൊതുക്കി പരിസരത്തേക്കെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരം ഒടിഞ്ഞു വീണിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് കമ്പികൾക്കും, അതായത് വൈദ്യുതി ലൈൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ നിലത്തേക്ക് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിയതിനു ശേഷമായിരിക്കും ഈ ഗതാഗതം പൂർണ്ണമായിട്ടും ഇതിലെ സാധ്യമാവുകയുള്ളൂ. പക്ഷേ നിലവിൽ ഈ ആൽമരം ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ ആലുവ സ്റ്റേഷനിലുള്ള ജീവനക്കാരാണ് ആദ്യം ഇവിടേക്ക് എത്തുന്നത്. അവിടെ നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമോ സർ? പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഏതൊരു സമയത്തോടു കൂടി? അതിന്റെ സമയമൊന്നും പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാവുമെന്നാണ് തോന്നുന്നത്.
പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഈ റെയിൽവേ ജീവനക്കാരും പറയുന്നത്. കാരണം ഈ പല ഭാഗത്തായിട്ട് ഈ ആലുവ, അങ്കമാലി, കളമശ്ശേരി നോർത്ത്, സൗത്ത് എന്നീ ഭാഗങ്ങളിലെല്ലാം ഈ ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ആൽമരം ഇങ്ങോട്ട് ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്നതും. കനത്ത മഴയാണ്, അതിനൊപ്പം തന്നെ കാറ്റും ആഞ്ഞു വീശുന്നുണ്ട്. ഇപ്പോൾ മഴ ചെറിയ രീതിയിലൊന്ന് തുറന്നു നിൽപ്പുണ്ട്, പക്ഷേ വീണ്ടും പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു തടസ്സമായി നിൽക്കുമെന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇതിന് അപ്പുറത്ത് നമ്മൾ ഈ മരം കടക്കുന്നതിൻ്റെ അപ്പുറഭാഗത്തായിട്ടും ട്രെയിനുകൾ കടക്കുന്നതും പിടിച്ചിട്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായിരിക്കുന്നു എന്ന് നമുക്കുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. കാരണം വലിയ ആൽമരമാണ്. ഈ ഒരു ഭാഗത്തേക്ക് ട്രെയിൻ വെല്ലം വന്നിരുന്നെങ്കിൽ വലിയൊരു അപകടമായിരുന്നു ആ സമയത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഗതാഗതം വേഗത്തിൽ തന്നെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശിഖരങ്ങളെല്ലാം വെറ്റുമാറ്റുന്ന ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാക്കാൻ വളരെ കാര്യമായ ജോലി അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. എപ്പോഴേക്ക് ഇത് ഗതാഗത യോഗ്യമാകുമെന്നിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ആ ജോലികൾ വേഗത്തിൽ നടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട് എങ്കിലും അവിടെ ജോലികൾ പുരോഗമിക്കുന്നു. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെ സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് നേരത്തെ നമ്മൾ കണ്ട ആ പാതയിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷമാണ് അവിടെ ഭാഗികമായിട്ടെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സമീർ, എന്താണ് അവിടുത്തെ സാഹചര്യം? ആ ജോലികൾ പൂർത്തിയായിട്ടുണ്ടോ? എപ്പോഴേക്ക് പൂർണ്ണതോതിൽ ട്രെയിൻ ഗതാഗതം സാധ്യമാകും ആ പാതയിലൂടെ? വിജയകുമാർ, വലിയ മരങ്ങളാണ് റെയിൽവേ ട്രാക്കിലേക്ക് വീണത്. അതോടൊപ്പം തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ഒരു വീടിൻ്റെ മേൽക്കൂരയും പാറി ഈ റെയിൽവേ ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു. ഇപ്പോൾ മരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീണിട്ടുള്ള മേൽക്കൂര അത് എടുത്തു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വലിയ കട്ടറുകളൊക്കെ തന്നെ KCB ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ അത് താഴ്ഭാഗത്തേക്ക് വീണു പോകാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് അത് വലിച്ച് കെട്ടിയിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങളെ ഈ മഴ അത് പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. വൈകാതെ തന്നെ അത് പൂർണ്ണമായും എടുത്തു മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. എപ്പോൾ ആയിരിക്കും ഈ ട്രാക്ക് വഴി ഈ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മേൽക്കൂര ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് ഒരു പോസ്റ്റിലാണ്. ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള റെയിൽവേയുടെ ഇലക്ട്രിക് പോസ്റ്റിലാണ് അത് തങ്ങി നിൽക്കുന്നത്. അത് പൂർണ്ണമായും വളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിലൂടെയുള്ള സർവീസ് ലൈന് അത് പൊട്ടിയിട്ടുമുണ്ട്, അത് തൂങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണ തോതിലെത്തിക്കാതെ ഇതിലൂടെ ഈ റെയിൽവേ ട്രാക്കിലൂടെ പൂർണ്ണ തോതിൽ തീവണ്ടി കടത്തിവിടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും വളരെ വേഗത്തിൽ അത് പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ റെയിൽവേ ഉദ്യോഗസ്ഥർ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയുമാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള വീടിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് വലിയ ശക്തമായ കാറ്റിൽ ആ മേൽക്കൂര ഒന്നാകെ ഇങ്ങോട്ട് പാറി വരികയും അത് പിന്നീട് ഈ വിധത്തിൽ അതിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായത്. ഒപ്പം തന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിക്കൊണ്ടാണ് മറ്റൊരു വീട്ടിലേക്ക് അതിനോട് ചേർന്ന ഭാഗത്താണ് ഈ മരങ്ങൾ വലിയ രീതിയിൽ ശക്തമായ കാറ്റിൽ പൊട്ടി വന്നുകൊണ്ട് ആ ട്രാക്കിനോട് ചേർന്ന ഭാഗത്ത് തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ടായി. എന്നാലും ആളുകൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാറ്റടിക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന ഭാഗത്ത് കൊണ്ടാണ് തിരുനെല്ലിവേലി ഹാപ്പ വണ്ടി ഉണ്ടായിരുന്നത്. അതിലേക്ക് എത്തിയില്ല. ആ തീവണ്ടിക്കൊന്നും തന്നെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. നമുക്കൊപ്പം കൗൺസിലർ കൂടി ചേരുകയാണ്. ഇപ്പോൾ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികളും ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരും വന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിടാതെ ഈ മഴയും കാറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിരന്തരമായി നമ്മൾ റെയിൽവേൻ്റെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. ട്രാക്കിന് ഈ മരം ചാഞ്ഞ് നിൽക്കുന്ന ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് വെട്ടി മാറ്റാൻ നിരന്തരമായി നമ്മൾ റെയിൽവേൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇന്നേ വരെ 3 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടന്നതാണ് ഞങ്ങൾ. ഇന്നേ വരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വരും, ഇവിടെ വന്ന് നോക്കിപ്പോവും. ചെറിയ കാടുകൾ, ചെറിയ മെഷീനറി ഉപയോഗിച്ചിട്ട് അത് വെട്ടി ഒഴിവാക്കാന്നല്ലാതെ ഇവിടുത്തെ പ്രദേശവാസികൾ ആ മരത്തിൻ്റെ ഒരു ഇല പൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെയിൽവേ നടപടി എടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ വലിയൊരു ദുരിതമാണ് ഒഴിവാക്കാൻ കഴിഞ്ഞത്. വേറൊരു പ്രയാസം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഈ യാത്ര ചെയ്യുന്നവർക്ക് വരെ ഒരു സുരക്ഷിതമില്ല. കാരണം ഈ മരം വന്ന് ഈ ട്രെയിനിലേക്ക് വീഴുകയാണെങ്കിൽ ഒരു ആംബുലൻസ് വരാൻ. ശരി സമീർ, എന്തായാലും അവിടെ ഭാഗികമായി പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. അത്
ബാക്കി ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ കാര്യമായ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഗൗരവമുള്ള പ്രതിസന്ധി ഇപ്പോഴും കൊച്ചിയിൽ തന്നെയാണ്. അത് വടക്കൻ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും ഒക്കെയുള്ള ട്രെയിൻ ഗതാഗതത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ആൻമരിയയിലേക്ക് പോകുന്നു. ആൻമരിയ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? റെയിൽവേ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? നമ്മൾ നേരത്തെ റെയിൽവേ PRO ഒക്കെ വിളിച്ചു നോക്കിയിരുന്നു, പക്ഷെ അവരാരും ഇത് എപ്പോഴേക്ക് ശരിയാകുമെന്നത് സംബന്ധിച്ചൊരു വിവരം നൽകാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ലാതെ കാലാവസ്ഥ പ്രതികൂലമാണ് അവിടെ. എറണാകുളത്ത് വ്യാപകമായി നാശനഷ്ടമുണ്ട്. പലയിടത്തു നിന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വലിയ തോതിൽ കാറ്റടിച്ചിരുന്നു ഏതാണ്ട് കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ് വരെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അമ്പാട്ടുകാവിലെ പുതിയ സാഹചര്യം എന്താണ് ആൻമരിയ? ജോലി പുരോഗമിക്കുകയാണല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ജോലി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പകുതി ഭാഗത്തോളം, ആ ആൽമരത്തിന്റെ പകുതി ഭാഗത്തോളം ശിഖരങ്ങൾ ഇതിനോടകം തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സും ഈ റെയിൽവേ ജീവനക്കാരും അതോടൊപ്പം തന്നെ യൂണിയൻ തൊഴിലാളികൾ, നാട്ടുകാർ എല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ടുള്ളൊരു കൂടിയായിട്ട് നടന്നുകൊണ്ട് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ ജോലികൾ അവസാനിപ്പിച്ച് ഒരു റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന രീതിയിലേക്കാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. പല ഭാഗത്തേക്ക് ആദ്യം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും ട്രെയിനെ ആശ്രയിച്ച് വരുന്നവർക്ക് അതൊരു വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ചെറിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കുമൊക്കെ ആദ്യം കടന്നു ചെന്നിരുന്നു. പിന്നീടാണ് ഇതിന്റെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം ഈ യാത്രക്കാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നിലവിലിപ്പോൾ ആ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ റെയിൽവേ ജീവനക്കാരുമായി ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇവിടെയുള്ള റെയിൽവേ ജീവനക്കാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ആദ്യം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ കനത്ത മഴയും അതിനോടൊപ്പം തന്നെ ആഞ്ഞു വീശുന്ന കാറ്റുമുണ്ട്. അതൊക്കെ ഒരു ചെറിയ രീതിയിലൊരു തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ മഴ തോർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിവേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കുക എന്നതാണ് ഇവരുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതിനുള്ള ശ്രമങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ നാട്ടുകാരെല്ലാം ഒത്തുകൂടുന്നത് കൊണ്ട് തന്നെ ഈ ജീവനക്കാർ മാത്രമല്ല ഈ നാട്ടുകാരുമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈ റെയിൽവേ ജീവനക്കാരുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ റെയിൽവേ ജീവനക്കാരുമായി ബന്ധപ്പെടാൻ, ഇതിനൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി നമ്മൾ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നില്ല. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥ തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഇന്നിത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയകരമാണ്. കാരണം ഈ മഴയും കാറ്റും അതിനൊരു തടസ്സമായി നിൽക്കുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് റെയിൽവേ ജീവനക്കാരും പറയുന്നത്. കാരണം പകുതി ഭാഗത്തോളം തന്നെ ഒരു ആൽമരത്തിൻ്റെ പൂർണ്ണമായിട്ടും ആൽമരം മുഴുവനായിട്ടാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്നത്. പക്ഷേ അതിലൊരു ഭാഗം, ആ ആൽമരത്തിൻ്റെ ഒരു ഭാഗം ഇതിനോടകം തന്നെ ആ ശിഖരങ്ങളെല്ലാം മുറിച്ച് വഴിയരികിൽ ട്രാക്കിൻ്റെ സൈഡിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി പകുതി ഭാഗം മാത്രമാണുള്ളത്. അതും അതിവേഗത്തിൽ തന്നെ അടുത്ത മഴയ്ക്ക് മുൻപ് തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ മുൻപിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ജോലികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പല ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ, അങ്കമാലി, നോർത്ത്, ആലുവ ഭാഗങ്ങളിലെല്ലാം ഈ ട്രെയിനുകൾ ഇതിനോടകം പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് യാത്രക്കാർക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, ശരി, ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അല്പം മഴ തോർന്നിട്ടുണ്ട്. ആ സമയത്ത് ആ മരത്തിൻ്റെ ചില്ലകളാകെ വെട്ടിമാറ്റി റെയിൽ ഗതാഗതം പഴയപടിയാക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. ഒരു വലിയ ആൽമരമാണ് അവിടേക്ക് വീണിരിക്കുന്നത്. അത് നീക്കാൻ കുറേ സമയമെടുക്കും എന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സംസ്ഥാനത്ത് രാത്രിയിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിലെ കണക്കാണത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, രാത്രി ഈ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പല ജില്ലകളിലും കനത്ത മഴയ്ക്കാണ് സാധ്യത അല്ലേ? വിജയകുമാർ, കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചന പ്രകാരം കൂടുതൽ ജില്ലകളിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നതാണ്. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ സമയത്തേക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ 5 ജില്ലകളിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഇതിനു പുറമെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച
ജില്ലകളിലും മറ്റ് ജില്ലകളിലും 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയാക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഈ പലയിടങ്ങളിലും ഈ എറണാകുളത്ത് ഉണ്ടായതിന് സമാനമായി മരങ്ങളും കടപുഴകി വീഴുന്ന സാഹചര്യമാണ്. അതിശക്തമായ കാറ്റ് പല ജില്ലകളിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും നിലവിൽ അറിയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. നാളെ വടക്കൻ കേരളത്തിലായിരിക്കും മഴ കൂടുതൽ കനക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി തന്നെ പുതിയ മഴ മുന്നറിയിപ്പ് എത്തും. അതിൽ നിലവിലുള്ള ഈ മഴ സാഹചര്യങ്ങളിൽ മാറ്റം വരാനും ഇടയുണ്ട്. ഒപ്പം ഈ തീരമേഖലകളും കടലാക്രമണ ഭീഷണിയിലാണ്. തിരുവനന്തപുരം മുതൽ പലയിടങ്ങളിലും വലിയ കടലാക്രമണം രൂക്ഷമാണ്. എന്തായാലും പൊതുജനങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് എന്നതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. ശരി പ്രതീക്ഷ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇതാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്, അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിലേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഇന്നും വ്യാപക നാശനഷ്ടമുണ്ടായി. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും ചാലിയാറുമെല്ലാം കരകവിഞ്ഞു. ചാത്തമംഗലം, മാവൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഗ്രാമീണ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഏക്കർ കണക്കിന് കൃഷിനാശം. മാവൂർ കച്ചേരിക്കുന്നിൽ 2 വീടുകളിൽ വെള്ളം കയറി. തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചാലിയം, കടുക്ക ബസാർ, കപ്പലങ്ങാടി എന്നിവിടങ്ങളിൽ തിരമാല വീടുകളിലേക്ക് അടിച്ചു കയറി. മണ്ണിടിഞ്ഞ് മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന എഗരൂൽ കക്കയം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാദാപുരം, തൂണേരി എന്നിവിടങ്ങളിൽ കിണറുകൾ ഇടിഞ്ഞു താണു. മുക്കം കോഴിക്കോട് റൂട്ടിലെ മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിന് സമീപം വൻമരം കടപുഴകി വീണു. വിലങ്ങാട് മഞ്ഞച്ചീളിയിൽ 58 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കോഴിക്കോട് നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തൊട്ടിപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കാസർകോട് കൊടക്കാട് വേങ്ങാപ്പാറയിൽ N മറിയുമയുടെ വീട് കാറ്റിൽ തകർന്നു. ഉപ്പള പൂത്തികെ നദിയിൽ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. പാലക്കാട് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ റോഡ് ഇടിഞ്ഞു വീണു. മലപ്പുറം കരുളായിയിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണു. വാഴക്കാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. വയനാട് ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴംകുനി ഉന്നതിയിലെ 7 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. 24 കോഴിക്കോട്. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. നിലമ്പൂരിൽ അംഗം മുറുകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഏറെ ചർച്ചകൾക്കൊടുവിൽ KPCC നൽകിയ പേര് AICC അംഗീകരിക്കുകയായിരുന്നു. നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24 പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായതു മുതൽ തുടങ്ങിയ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്നും ഇന്ന് അവസാന നിമിഷം വരെയും 2 പേരുകൾ UDFന് മുൻപിൽ. ആര്യാടൻ ഷൗക്കത്തോ DCC പ്രസിഡന്റ് VS ജോയിയോ. ഇന്ന് കൊച്ചിയിൽ നടന്ന നേതൃചർച്ചകൾക്ക് ശേഷം KPCC ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് AICCക്ക് കൈമാറി. വൈകിട്ട് 6:30 പ്രഖ്യാപനം. കേരളത്തിൽ നിന്ന് നേതാക്കളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായി സമർപ്പിച്ച ഒരു പ്രപ്പോസലാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ സജ്ജമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും 9 വർഷത്തെ വികസന മുരടിപ്പ് തുറന്നു കാട്ടുമെന്നും ആര്യാടൻ ഷൗക്കത്ത് 24നോട്. ഈ ഉപതെരഞ്ഞെടുപ്പിനെ അതിനെ പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശക്തമായി പ്രതികരണത്തിൻ്റെ ഒരു വേദിയാക്കി, അങ്ങനെ ഒരു വിധിയെഴുത്താക്കി മാറ്റാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
നാളെ ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിൽ ആദ്യം പ്രാർത്ഥന, ശേഷം പാണക്കാട്ടേക്ക്. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആകാംക്ഷ, നാടകീയത. ഒടുവിൽ നിലമ്പൂർ കോട്ട തിരിച്ചുപിടിക്കാൻ ആര്യാടൻ മുഹമ്മദിന്റെ മകനെ തന്നെ ഏൽപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. നാളെ മുതൽ പ്രചാരണ ചൂടിലേക്ക്. ക്യാമറമാൻ അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 നിലമ്പൂർ. അവസാനം വരെ VS ജോയിയുടെ പേര് പ്രതീക്ഷിച്ചിരുന്ന PV അൻവറിന് വലിയ തിരിച്ചടിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം. ഷൗക്കത്ത് മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിപ്പിക്കാൻ അൻവർ ശ്രമിച്ചിരുന്നു. ജോയിയെ മത്സരിപ്പിക്കാമെന്ന ഉറപ്പ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചെങ്കിലും അതും ലംഘിക്കപ്പെട്ടു. ഇതോടെയാണ് സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ച് നിലമ്പൂർ മുൻ MLA രംഗത്തെത്തിയത്. ചെകുത്താനെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നല്ല ചെകുത്താനാണ്. ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെകുത്താനുണ്ട്, ജിന്നുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെകുത്താന്ന് പറഞ്ഞാലേ മനസ്സിലാവും. അപ്പം അതിൽ നല്ല ജിന്നുകളുണ്ട്. ഏതു ചെകുത്താനെയും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുമെന്ന മുൻ നിലപാട് അൻവർ ഇന്ന് രാവിലെ ഇങ്ങനെ തിരുത്തി. നിലപാട് മാറ്റം തന്നെ സൂചനയായിരുന്നു. വൈകിട്ടോടെ VS ജോയിയെ KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചറിയിച്ചു. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെ. ഈ സമയം രാഷ്ട്രീയ ചർച്ചകൾ കഴിഞ്ഞെത്തിയ PV അൻവർ പൊട്ടിത്തെറിച്ചു. പിണറായിസത്തെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുക ഷൗക്കത്തിന്? വലതുപക്ഷത്തെ ഒരു ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഈ പിണറായിസത്തിനെതിരെ എങ്ങനെ സംസാരിക്കുക? ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ആര്യാടൻ ഷൗക്കത്ത് CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെന്ന് അൻവറിന്റെ ഗുരുതര ആരോപണം. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ശേഷം കൂടെ നിൽക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ അൻവറിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് അൻവറിനെ ചൊടിപ്പിച്ചത്. UDFിലെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്നും ഇന്നും അൻവറിനെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു എന്നാണ് വിവരം. എന്നാൽ മുന്നണിയിൽ എടുക്കട്ടെ എന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ അൻവറിനോട് 2 ദിവസം സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകം തീരുമാനമായില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് PV അൻവറിനോട് അടുപ്പമുള്ളവർ നൽകുന്ന സൂചന. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 നിലമ്പൂർ. അതേസമയം PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ തിടുക്കപ്പെട്ട തീരുമാനം വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാട്. സ്ഥാനാർത്ഥിയോടുള്ള സമീപനം വിലയിരുത്തിയാകും പ്രവേശന തീരുമാനം. അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അൻവറിനെ ഒറ്റയടിക്ക് ചേർത്ത് നിർത്താനോ തള്ളിപ്പറയാനോ കോൺഗ്രസ് നിലവിൽ ആലോചിക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിൽ എന്താകും അൻവറിന്റെ സമീപനമെന്ന് വിലയിരുത്തിയ ശേഷം മാത്രമേ UDF പ്രവേശനത്തിൽ തീരുമാനമെടുക്കൂ. പ്രചരണ വേദിയിൽ അൻവർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയിറക്കി മത്സരരംഗത്തുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രം മാറ്റും. സമവായത്തിലെത്തിയില്ലെങ്കിൽ അവഗണിച്ച് മുന്നോട്ട് പോകാനാകും തീരുമാനം. UDF ചെയർമാൻ എന്ന നിലയിൽ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് VD സതീശൻ. അദ്ദേഹം UDFിന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDFിന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. PV അൻവറുമായി സംസ്ഥാന നേതൃത്വം ആശയവിനിമയം നടത്തുമെന്ന് ദീപാദാസ് മുൻഷി 24നോട്. മുന്നണി പ്രവേശനത്തിൽ കൂടിയാലോചന ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട്. പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാകണമെങ്കിൽ UDFുമായി ഞങ്ങൾ എല്ലാവരുമായി കൂട്ടായി ആലോചിക്കണം. അതല്ലാതെ ഒറ്റയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച PK കുഞ്ഞാലിക്കുട്ടി തീരുമാനത്തിനൊപ്പം UDF കക്ഷികൾ ഒപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ടു. UDF ഒരു തീരുമാനമെടുത്തു. അൻവറിന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായി ഒരു സമന്വയം ഉണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു UDF ഒറ്റക്കെട്ടായിരിക്കും. അൻവർ UDFിനോട് സഹകരിക്കും എന്നാണ് പറയുന്നത്. മത്സരരംഗത്തുണ്ടാകുമെന്ന അൻവറിന്റെ മുന്നറിയിപ്പ് UDF പ്രവേശനം വേഗത്തിലാക്കാനുള്ള സമ്മർദ്ദതന്ത്രമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. നിലമ്പൂരിൽ വിധി നിശ്ചയിക്കുന്നതിൽ അൻവർ ഘടകമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രചരണരംഗത്ത് കടക്കും മുൻപ് മുസ്ലിം ഉൾപ്പെടെയുള്ള കക്ഷികളെ അൻവറുമായി ആശയവിനിമയം നടത്തി സമവായത്തിലെത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. MC റോഡിൽ കാലടിയിൽ കടയുടെ മേൽക്കൂര റോഡിലേക്ക് വീണു. രാത്രി 8 മണിയോടെ കനത്ത മഴയും കാറ്റുമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ അപകടം സംഭവിച്ചത്. ആർക്കും പരിക്കില്ല. മേൽക്കൂര റോഡിൽ നിന്ന് നീക്കാൻ ഫയർഫോഴ്സിന്റെ ശ്രമം തുടരുകയാണ്. ആൻമരിയ വിവരങ്ങൾ നൽകും. ആൻമരിയ, ഏറെ ഗതാഗതമുള്ള ഒരു മേഖലയാണ് MC റോഡിലെ കാലടി ഭാഗം. അവിടെയാണ്
ഈ തടസ്സമുണ്ടായിരിക്കുന്നത്? അത് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ മേൽക്കൂര തകർന്ന് വീഴുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം ജില്ലയിൽ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും ശക്തമായ കാറ്റും മഴയുമാണ് ഇന്ന് വൈകുന്നേരം മുതലുള്ളത്. ആ സാഹചര്യത്തിലാണ്, ഈ ശക്തമായ കാറ്റിലാണ് MC റോഡ് കാലടിയിൽ ഈ കടയുടെ മേൽക്കൂര വീഴുന്നത്. ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഉടനടി തന്നെ ആ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഈ മേൽക്കൂര മാറ്റുന്നതിന് വേണ്ടി, അത് കൃത്യമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അത് മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ഗതാഗതമുള്ള ഒരു ഭാഗമാണ് ഈ ആലുവ MC റോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അപകടമൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. വിജയകുമാർ, MC റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാലടിയിൽ അവിടെ ഒരു കടയുടെ മേൽക്കൂര റോഡിലേക്ക് വീണു. ഏതാണ്ട് ഒരു 8 മണിയോടെയാണ് ഈ സംഭവം. കനത്ത കാറ്റും മഴയും അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ മേൽക്കൂര റോഡിലേക്ക് പതിച്ചത്. നീക്കം ചെയ്യാനുള്ള ജോലികൾ തുടരുകയാണ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-നെയും നേതാക്കളെയും പ്രതികളാക്കി ED-യുടെ അന്തിമ കുറ്റപത്രം. കള്ളപ്പണം വെളുപ്പിക്കാൻ നേതാക്കൾ കൂട്ടുനിന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ നേരത്തെ ED ചോദ്യം ചെയ്ത മുൻ MP PK ബിജു, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ പ്രതി ചേർത്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന അസാധാരണത്വം നിറഞ്ഞ കുറ്റപത്രമാണ് ED കോടതിയിൽ സമർപ്പിച്ചത്. AC മൊയ്തീൻ MLA, MM വർഗീസ്, K രാധാകൃഷ്ണൻ MP എന്നീ മുൻ ജില്ലാ സെക്രട്ടറിമാരും ED-യുടെ അന്തിമ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് അനധികൃതമായി വായ്പ സമ്പാദിക്കാൻ സഹായം ചെയ്തു കൊടുക്കുകയും അതിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പങ്ക് പറ്റിയതായും CPM-നെതിരെ കുറ്റപത്രത്തിൽ ആരോപണമുണ്ട്. തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ K രാധാകൃഷ്ണനും MM വർഗീസും പ്രതികൾക്ക് അനധികൃതമായി വായ്പ തരപ്പെടുത്താൻ സഹായം ചെയ്തു നൽകിയെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. മുൻമന്ത്രി AC മൊയ്തീൻ കരുവന്നൂർ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. CPIM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ആയിരുന്ന KC പ്രേമരാജൻ, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരൻ, പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB രാജു എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. എന്നാൽ നേരത്തെ ED ചോദ്യം ചെയ്ത മുൻ MP PK ബിജു, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ പ്രതി ചേർത്തിട്ടില്ല. അന്തിമ കുറ്റപത്രത്തിലെ 27 പേർ സഹിതം 83 പ്രതികൾ ആകെ കേസിൽ ഉൾപ്പെടുന്നു. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപയാണെന്നും ഇവരുടെ സ്വത്തുവകകളിൽ നിന്നും 128 കോടി രൂപ കണ്ടുകെട്ടിയതായും ED റിപ്പോർട്ടിലുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.